പെണ്ണേ ഒരു ഗ്ലാസ് ചായ അങ്ങോട്ട് ഇട്ടാ. നേരം 10 മണിയായി. വള്ളൻ്റെ ഉള്ളിൽ ഇതുവരെ ഒരു ചൂടുവെള്ളം എത്തിയിട്ടില്ല. പൊന്നാരമ്മ നിങ്ങൾ ആ തൊള്ളിന്ന് ആ വെറ്റിലും തുപ്പി വന്നാണ്. നിങ്ങൾ നേരം വെളുത്തേക്കാൻ തുടങ്ങിക്കൊണ്ടല്ലോ വെറ്റിലും തൊള്ളിയിലിട്ട് കാണാൻ ചമച്ചുകൊണ്ടിരിക്കണത്. എത്ര വട്ടമായി ഞാൻ ചായ കുടിക്കാൻ വരും എന്ന് പറയണേ. ചോദ്യം കേട്ടാൽ തോന്നും ആരും ഒന്നും കൊടുക്കലില്ലാന്ന്. അതിനെങ്ങനെ ഏത് നേരം വെറ്റില തൊള്ളിന്ന് എടുത്ത നേരമല്ലല്ലോ. അല്ല പെണ്ണേ, ഞാൻ ഇപ്പം മിഞ്ഞാന്നല്ലേ വെറ്റില വാങ്ങിപ്പോന്ന്. ആകനെ ഒരു ഇലുണ്ട്, എവിടെ തിരഞ്ഞിട്ടും കാണാനല്ല. ഇജ്ജെടുക്കലും എടുത്ത് മാറ്റി വെച്ചീനത്. ആഴ്ചയിൽ 7 ദിവസം വെറ്റിലും പോലെയും വാങ്ങണ പണിയല്ലേ നിങ്ങൾക്ക്. ഞാനും എടുക്കെടുത്ത് മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് മാറ്റി വെക്കാൻ എവിടുന്നാ കിട്ടണത്? നിങ്ങളെ കയ്യിൽ നിന്ന് വെച്ചിട്ട് വേണ്ടേ ഞാൻ മാറ്റി വെക്കണമെങ്കിൽ. ഇന്നലെ പീഡിയക്കാരന് നാസറക്കാരോട് പൈസ ചോദിച്ചു എന്ന്. ഉമ്മ വാങ്ങിക്കൊണ്ടായ കുറച്ച് വെറ്റിലേൻ്റെ പൈസ ഉണ്ട് തരാനെന്ന് പറഞ്ഞു എന്ന്. നാസറാക്കാർക്ക് അത് വല്ല ഇഷ്ടമായിട്ടൊന്നുമില്ല. ഞങ്ങളോട് പറഞ്ഞാൽ ഇനി ഉമ്മാനോടാണ് പോയി കൊടുക്കാൻ പറയുന്നൊക്കെ. ഞാൻ 2 വെറ്റില വാങ്ങിക്കൊടുന്ന ആൾക്കാരെ ഇപ്പം ഇത്ര വില കണക്ക് പറയണത്. നിങ്ങളൊക്കെ ഒന്നവിട്ട് പീടിയൊക്കെ പോയിക്കാണ്ട് എന്തെല്ലാം ഒരു സാധനം വാങ്ങണത്. അതും എന്തെല്ലാം സാധനം തിന്നിട്ട് ഞങ്ങൾ വരുന്നത്. ഇച്ച് വല്ലതും നിങ്ങൾ കൊണ്ടല്ലുണ്ടോ? ഇനിയിപ്പോൾ കൊണ്ടുവന്നാൽ തന്നെ ഇച്ച ഒന്നും പറ്റൂല. ഞാൻ വല്ല കഞ്ഞിൻ്റെ വെള്ളം കുടിച്ച് കാണ്ട് ഇടയ്ക്ക് ഈ വെറ്റിലും അടയ്ക്കൊന്ന് ചമക്കും. അതിനാണ് ഈ കണക്ക് പറയണത്. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കുറേ കുട്ടികളെ വളർത്തി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? തള്ളാർക്ക് ലാസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. തുടങ്ങി. അല്ലമ്മ നിങ്ങൾ വിളിക്കാഞ്ഞിട്ടാണോ? നിങ്ങൾ പോരാഞ്ഞിട്ടല്ലേ? അഥവാ ഇനി വലിച്ചിടിച്ച് കൊണ്ടുപോയാലോ? ആ കൊണ്ടുപോയ മനുഷ്യൻ കുടുങ്ങി. അപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരണം. എന്നിട്ട് അത് നിങ്ങൾ പറയണമെന്ന് ശ്രദ്ധിക്കാതെ നിന്നാലാണെങ്കിലോ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കേണ്ടി വരും. പിന്നെ ബാത്റൂമും തിരഞ്ഞെടുക്കണം അങ്ങാടി കൂടെ. അതുകൊണ്ടല്ലേ നിങ്ങളെ കൊണ്ടുപോകാത്തത്. ഇനിയിപ്പോൾ കൊണ്ടുവന്ന് ഞങ്ങൾ എന്തെങ്കിലും സാധനം തിന്നുകൊണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരലുണ്ട്. ആ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പറ്റുമോ? എനിക്കൊന്നും വേണ്ട. ഇമ്മക്ക് തിരിഞ്ഞു നോക്കൂല. അല്ല പെണ്ണേ, ഈ മാസത്തെ റേഷൻ വാങ്ങിയോ? 20 കിലോ അരി ഉണ്ടെന്നാണ് കേട്ടത്. ആരാ പറഞ്ഞമ്മ അമ്മക്ക് 20 കിലോന് അരിയൊക്കെ ഉണ്ടെന്ന്? ഞമ്മക്ക് അങ്ങനെ 2 കിലോന് അരിയുള്ളൂ. അതിനാണെങ്കിൽ 10 റുപ്യയും കൊടുക്കണം. ആ നബീസ പറഞ്ഞല്ലോ 20-30 കിലോ അരി ഉണ്ടെന്ന്. നബീസാത്താൻ്റെ അമ്മ അതിന് മഞ്ഞക്കാടല്ലേ. മഞ്ഞക്കാടാർക്ക് ഇടുന്ന 20-30 കിലോ അരിയൊക്കെ ഉണ്ട്. കുറേ പഞ്ചസാരയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് പറയണേട്ടല്ലോ. അതുപോലെ എങ്ങനെ അമ്മക്ക് കിട്ടുമോ? ഓൾക്ക് നമ്മളെക്കാട്ടിലും വാഗണ്ട്. എന്നിട്ട് ഓളാണ് 20 കിലോനൊക്കെ വാങ്ങണത്. നമുക്കിപ്പോൾ കേൾവിക്ക് നായാട്ടം കൂട്ടാൻ മത്തൻ്റെലും പറഞ്ഞ മാർക്കാ. നമുക്ക് 2 കിലോന് അരിയുള്ളൂ. ഓൾ അത്രയും വാഗല്ലേനും. ഓരോരോ ഏർപ്പാട്. ഇനി ഉള്ളത് വാങ്ങിക്കൊണ്ടിരാൻ പറയും. അതന്നെ നിങ്ങൾക്ക് വാങ്ങാൻ മടിയാണല്ലോ. ഉമ്മ കൊലയിൽ ആരാ വന്നാണ്? ആരാണ്? ഉമ്മ അങ്ങക്ക് ചായ എടുക്കട്ടെ? വേണ്ടെണ്ണ, ഇപ്പം ഞമ്മക്ക് ചായ വേണ്ട. ഞാനേ ഇപ്പം വീട്ടിൽ തള്ളിക്കിട്ടിട്ടുള്ളൂ. ഇനി കുറച്ച് ചേട്ടാ ഞാൻ ആ മൂച്ചിമന്ന് 2 മാങ്ങ ഇട്ട് വെക്കട്ടെ ചമ്മന്തി ഇറക്കാനും. എന്നാലുണ്ടല്ലോ കഞ്ഞി കുടിച്ചാനൊരു കൂട്ടാനൊരു മെനുണ്ടാവും. അതെ, നിയാസ് വിളിച്ച് കണ്ട ഒരു വേലക്കാരത്തിനെ വെക്കണ കാര്യം പറഞ്ഞിട്ടില്ലേനോ? അപ്പം ഞാൻ ആ തോട്ടുംകരയിൽ സഫിയാത്താനോട് പറഞ്ഞേനു ആളുണ്ടെങ്കിൽ പറയാൻ. അപ്പം സഫിയാത്താൻ്റെ മോനെ വിട്ടതാ ഒരാളുണ്ട് എന്ന്. ഞാൻ നാളെ വരാൻ പറഞ്ഞു. അല്ല പെണ്ണേ, ഇജ്ജ് എവിടെ വിലക്ക് വെക്കണ കാര്യമായി പറയണേ? ആരെ കാര്യമായി പറയണേ? അതും നിയാസ്മോനെ വിളിച്ചപ്പോഴേ ഞാൻ ഷായ്മോൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ എല്ലാം കൂടെ എന്നെ കൊണ്ട് കഴിയണില്ല അമ്മ പണ്ടത്തെ മാർക്കൊന്നും. അപ്പം ഞാനില്ല കഷ്ടപ്പാട് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നമുക്കൊരു വേലക്കാരത്തിനെ വെക്കാമെന്ന്. അത് ഞാൻ തോട്ടുംകരയിൽ സഫിയാത്താനോട് പറഞ്ഞേന്. അപ്പം അതിന് ആളെ വിടാമെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ മോനെ വിട്ടിരുന്നത്. അത് പറയുന്നേ. പഠിച്ചോനെ ഇനിയിപ്പോൾ ഇവിടേക്കൊരു വേലക്കാരത്തിനെ വെക്കാനോ? ഓൻ എന്തിൻ്റെ കേടാണോ? ഓക്ക് പള്ളിയിലുണ്ടായിരിക്കുകയാണ് എഴുതിയിട്ട് ഇവിടെ എന്തിനൊരു വേലക്കാരത്തി? ഇജ്ജുണ്ട്, ഞാനുണ്ട്. ഇജ്ജൊക്കെ പള്ളിയിലുണ്ടായിരിക്കുമ്പോൾ ഞാൻ ഒറ്റക്കല്ല എന്നെ നോക്കിയത്. ഇനിയിപ്പോൾ അതിന് കൊടുക്കാനും വേണ്ട പൈസ. ഇന്നത്തെ കാലത്തൊക്കെ ഒരു വേലക്കാരത്തിനെ വെക്കുക എന്ന് പറഞ്ഞാലേ എത്ര പൈസ കൊടുക്കണം? കുറച്ചൊന്നും കൊടുത്താൽ ഓലൊന്നും മോറും തെളിയില്ല. അങ്ങനെയൊന്നും വേലക്കാരത്തികളെ കിട്ടൂല. അതിനുമ്മ പൈസ കൊടുക്കാതെ എങ്ങനെ വേലക്കാരത്തികളൊക്കെ ഇന്നത്തെ കാലത്ത് കിട്ടുമോ? പൈസ കൊടുക്കണം. പഴയ പോലെ നിന്നെ കൊണ്ടൊരു പണിക്കും കഴിയൂല. പിന്നെ പോക്ക് റെസ്റ്റ് പറഞ്ഞതല്ലേ, ഓളെ കൊണ്ട് എന്തിനാ കഴിയുക? പിന്നെ മാത്രമല്ല എൻ്റെ കയ്യിന് ഭയങ്കര കടച്ചിൽ. നിങ്ങൾക്ക് അറിയില്ലേ, വൈകുന്നേരമായ എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞപ്പോൾ ഓൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞതാ. ഓൻ കൊടുക്കൂലേ പൈസ? നമ്മളിപ്പോൾ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വെച്ചോളി അമ്മായിമ്മമാരോളും കൂടുതൽ പൈസ ഉണ്ടായിട്ടല്ലേ. അല്ല ഇജ്ജൊക്കെ പെറ്റാണെന്ന് എനിക്ക് അറിയില്ല.
എൻ്റെ മകൻ്റെ അടുക്ക് എത്രങ്ങാനും പൈസ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു വേലക്കാരത്തിനെ വെപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഇഞ്ചി 2 കൈ കൊണ്ടല്ലേ കുട്ടീനെ കുളിപ്പിച്ചലും അന്ന നോക്കലും ലേഖം വരകലും മറ്റതും മറിച്ചതും അല്ല. എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് ഇവിടെ ഉണ്ടായിക്കണോ? ഇപ്പോൾ തുടങ്ങിയതാണ് ഈ വേലക്കാരത്തിന്. എന്താ വേലക്കാരത്തേക്ക് എടുക്കാനുള്ള പണിയൊക്കെ ഇവിടെ? നെടുത്തോട്ട് വൃത്തി ഉണ്ടാവുമോ? ഇനി ഒരു വേലക്കാരത്തിനെ വെച്ച് നോക്ക്, പിന്നാലെ നടന്ന് എടുപ്പിച്ചേണ്ടി വരും, അതിൻ്റെ ഒപ്പം ഇജ്ജ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അത് കാര്യാക്കണ്ട. ഇത് ചായ കുടിച്ചോ? ഇത്രങ്ങാനും കോഴി ഉണ്ടായിനെ കൂടാതെ മുഴുവനും പട്ടികളും കൊണ്ടുപോയി കണ്ട് പച്ച കോഴിക്കൾ വിത്തറ്റുക. ഇവിടെ ഒരു ചത്തലപ്പടി നേരം വെളുത്ത വരാൻ. ഞങ്ങളിത് കജ്ജ് കിട്ടിയണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ കൂട്ടുന്ന അടണത്തിന് കൊണ്ടുപോയത്. മറിയാത്തല്ലേ? ഓളപ്പുറത്തുണ്ട്. അത് ഏതാ? ഞാനേ വീട്ടുപണിക്ക് ഒരാളെ പറഞ്ഞിട്ടില്ലേനോ, അതിന് വന്നതാ. ഓ അതപ്പോൾ വേലക്കത്തിയാണെന്നും കണ്ടാൽ തോന്നൂലല്ലോ എന്നെ കണ്ടാൽ. ഇതൊരു 10 ക്ലാസ്സിലാജ് വന്നാണ്. ഓളവിടെ ഉണ്ട്, അങ്ങോട്ട് ചെല്ല്. ആയിക്കോട്ടെ താത്ത. ഞാനേ സഫിയാത്ത പറഞ്ഞിട്ട് വന്നതാ. വരി കയറിയിരിക്ക്. ഞാൻ ചായ എടുക്കാം. അല്ല, ഇതിൻ്റെ മുന്നേ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ഇതിൻ്റെ മുന്നേ ഒരു 3-4 സ്ഥലത്തൊക്കെ നിന്നിട്ടുണ്ട്. പണിയൊക്കെ അറിയാലോ അല്ലേ? എല്ലാ പണിയും ചെയ്യും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാ പണിയും ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഭയങ്കര എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യും. എനിക്ക് ഇവിടെ കയ്യിന് ഭയങ്കര കടച്ചില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ വലിയ ഭാരമുള്ള പണിയൊന്നും എടുക്കാൻ കഴിയൂല. പിന്നെ മരുമോളെ 8 മാസമായിരുന്നു. ഇനി അടുത്ത മാസം ഡേറ്റ് പറഞ്ഞാണ്. പിന്നെ ഇവിടെ വല്യമ്മ ഉണ്ട്. വല്യമ്മ പിന്നെ 1-2 പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കാര്യമാക്കൊന്നും വേണ്ട. ഞാൻ ചായ എടുക്കാം. വല്യമ്മാനെ ഞാൻ കണ്ടു. പോരിനെ വൈക്കി മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ 2ാമത്തെയാണ് മരുമോൾക്ക്. ആദ്യത്തെ പോരെ വീട്ടിലെല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ ഒരാളൊക്കെ വെക്കണം. അതിനേക്കാട്ടിലും നല്ലതല്ലേ കുറച്ച് നേരത്തെ വെച്ചാൽ. എനിക്കൊരാൾക്കാണ്. അതേപോലെ നേരത്തെ തന്നെ ഒരാളെ തപ്പിപ്പിടിച്ച്. അല്ലെങ്കിൽ ഈ തന്നെയാണ് ചായ ഇട്ടേ. ഉമ്മാക്കൊരു ഗ്ലാസ് ചായനെ കൊണ്ടേ കൊടുത്തോ. ഇതന്നെയാണ് തുടക്കമായിക്കോട്ടെ. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാമല്ലോ. ആയിക്കോട്ടെ. ഒരു കോഴിക്കോടുള്ള ഇല്ല പഴയ സാധനം മുഴുവൻ ഇതിമ പണ്ടാറക്കും. എന്നിട്ട് ഇതാകെ ചെതൽ പിടിച്ചിരുന്ന ചെതൽ തട്ടോൽക്ക് ഒഴിവുണ്ടോ? അതില്ല. ഞാനിങ്ങനെ നോക്കി ഇതാക്കി നടക്കുക. ആകെ ചെതൽ പിടിച്ചു. എത്താ താങ്കൾ ഈ പിച്ചിയും പയ്യും പറയണത്? ഈ കോഴിക്കൂട്ടൊക്കെ നോക്കിക്കാണ്ട്. ഒന്നും പറയണ എൻ്റെ കുളിച്ചുവോ. ഇവിടെ 2 പെണ്ണുങ്ങളുണ്ട്. ഒന്നിന് ഏത് നേരം പള്ളിയിലാണ്. അപ്പം മൂത്ത കുട്ടീൻ്റെ പാലുടി ഇപ്പോൾ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ 2ാമത് 8 മാസമായിരുന്നു. എൻ്റെ മരിയോളെ കാര്യം പിന്നെ എനിക്ക് പറയണ്ടല്ലോ. ആദ്യം തൊട്ടേ അത് ദൂരം മടിച്ചെന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു മടിച്ച് വേറല്ല. എനിക്ക് കോഴിക്കോടിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ ഒരു പണിയെടുക്കാൻ ഇവിടെ മനസ്സില്ല. ഇനിയിപ്പോഴേ മകനോട് ഇങ്ങനെ കോട്ടിക്കാണ്ടേ ഗൾഫിക്ക് വിളിച്ചിറങ്ങാണ്ടോ ഒരു വേലക്കാരത്തിനെ കൊടുന്നു പോകാം. ഒരിക്കൽ 2 പണിയെടുക്കാൻ കജൂലാണ്. 8ാം മാസത്തേക്ക് കടന്നിട്ടുള്ളൂ. ഇനി പേറ് കഴിഞ്ഞാൽ 3 മാസം പെണ്ണിനെ ഇവിടെ നിർത്തണം. പൈസൻ്റെ തളപ്പുണ്ടല്ലേ. ഞാൻ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. എനിക്കറിയില്ല എൻ്റെ സ്വഭാവം. ഞാനൊന്നും പറയലില്ല. കാട്ടിന് കാട്ടിക്കോട്ടെ. എനിക്ക് വല്ല വെള്ളവും തന്നാൽ ഞാൻ കുടിച്ചു. അല്ലാതെ ഞാൻ ഓരോ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാൻ പോകലില്ല. വന്ന ഇത് കണ്ടില്ല. ഇതിലങ്ങനെ അറിഞ്ഞിരുന്നു വേലക്കാരത്തിൽ 10 ക്ലാസ് കാണണം. അപ്പോൾ വല്ല ഓഫീസിലേക്കാണ് പോകണമെന്ന് കരുതും. അങ്ങനെ അറിയിക്കണം ഒത്തുക്കും. ഞാനങ്ങനെ തിരിഞ്ഞു നോക്കാൻ പോയിട്ടില്ല. ഞാൻ കണ്ടു. ആ ചുരിദാറിട്ട് വന്നല്ലേ. കണ്ട വേലക്കാരത്തിയാണെന്നൊന്നും പറയില്ല. അല്ല പുറത്തുനിന്നൊക്കെ ഒരാൾ കണ്ടാൽ ഇതൊരു പെരിയിൽ വേലക്കൊക്കെ വരുന്നതാണെന്ന് കണ്ടാൽ പറയുമോ? അല്ല ഓഫീസിലാണ് പണി തോന്നും കണ്ടാൽ. കാണാനും നല്ല ചെയ്യലുള്ള പണി. വാഷിംഗ് മെഷീനുണ്ട്. എന്നും അതിലെ തിരുമ്പുള്ളൂ. കല്ലുമ്പിൽ എൻ്റെ മകന് എൻ്റെ പേരക്കുട്ടി ഗൾഫിലാണ്. എൻ്റെ മകൻ അവിടെ കടയിലാണ്. ഒരു പൈസ ഇറക്കുമല്ലോ. അവർക്ക് വലിയ ചെയ്തോണ്ടോ. അതിന് നമുക്ക് നേരത്തിന് വെച്ചുണ്ടാക്കി കൊടുക്കാനും അവർക്ക് ഒഴിവില്ല. ഒക്കെ കയ്യിന് വേദന, ഊരക്ക് വേദന. ഞാനൊക്കെ ഇട്ട പണിക്ക് വല്ല കണക്കുണ്ടോ?
ഞാനേ രണ്ടാടാളുണ്ട്. അതിലേക്ക് വല്ല കൊമ്പും കിട്ടുമോ നോക്കട്ടെ എഴുതിക്കണ്ട് ഈ പാടത്തൊക്കെ ഇറങ്ങിയതാണ്. എത്താനായിട്ടുള്ള ഒന്നും തിന്നണില്ല, വെള്ളവും കുടിച്ചില്ല. പിന്നെ എൻ്റെ മൂപ്പര് എവിടെന്നെങ്കിലും രണ്ടാടിനെയാണ് കൊടുന്നാണ് അവിടെ കെട്ടിയിടും. നൈറ്റുള്ള നോക്കുക അതില്ല. നേരം വെളുത്താ പോകും അങ്ങാടിക്ക്. നമ്മളെന്തും വല്ല പണിക്കും പോകുകയാണ്. എവിടെ ആ 3 കുടിയോട്ട് നിങ്ങാണ്ട് വല്ല മനുഷ്യന്മാരും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നിൽക്കുക കാരം. നേരത്തിന് തിന്നാൻ അങ്ങോട്ട് വരും. അതുകൊണ്ട് ഇച്ച് കാര്യമുണ്ടോ? ആ പെരയില്ല പണി മുഴുവനും വേണം ഞാൻ നോക്കുക, ഈ ആടാളിയും വേണം നോക്കുക. എല്ലാം മുണ്ടാൻ പറ്റാത്ത ജന്തുക്കളല്ലേ, പോയോക്കട്ടെ. എന്നാൽ വേഗം പോയി കൊണ്ടു കൊടുക്കും. എല്ലാം മുണ്ടാൻ പറ്റാത്ത ജന്തുക്കളല്ലേ, എല്ലാം പട്ടിണിക്ക് ഇടാൻ പറ്റൂല. വേഗം പോയിക്കൊന്നാ. വലിയമ്മ ഇതാ ചായ. ഇജിപ്പിച്ച് ചായയും കൊണ്ട് പോകാൻ നിൽക്കുക. ഞാനെനിക്ക് സ്നേഹമുള്ള കുട്ടിയാണ്. ഞാനേ ഇവിടെ കടന്ന് ദുരിതം അനുഭവിച്ചിട്ടുണ്ടേ. എൻ്റെ പേരക്കുട്ടിയാണ് എന്നെ ഏൽപ്പിച്ചത്. ഇറ്റങ്ങൾ 2 പെണ്ണുങ്ങൾ ഇജിപ്പോൾ അവിടെ കണ്ടില്ലേ? ഒറ്റ കള്ളത്ര, മറ്റോളുണ്ടല്ലോ എൻ്റെ മരുവോള്, പച്ച വെള്ളം തരൂല, നേരത്തെ തിന്നാൻ തന്നെ തരൂല. ഞാൻ ഈ വെറ്റിലേയും ചമച്ച് കണ്ട് അങ്ങനെ നടക്കും, ഉണങ്ങി നടക്കുക. എന്നിട്ട് എൻ്റെ മകന് പറഞ്ഞിട്ടേ പേരക്കുട്ടി ആരെ ഏൽപ്പിച്ചതാണ് എന്നെ, ഇജ്ജ് വേണം നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ. ഇച്ചത്താന്നോ മധുരട്ട് കണ്ട് ഒരു ചായൻ്റെ വെള്ളം തരൂല. ചെന്തോരം പൂജയുണ്ട് ഈ വയസ്സായ നേരത്തെ ഒരു മധുരട്ട് ചായ വെച്ചാണ്. ഇജ്ജ് ഏത് ചായയിൽ മധുരട്ട് കൊണ്ടുവന്നു വെച്ചാൽ നല്ലോണം ചോറും വേണം, കൂട്ടാനും വേണം, ഒക്കെ ഇജ്ജ് ഉണ്ടാക്കി തരണം. ഞാൻ ഈ ചായ കുടിച്ചുമ്പോൾ തന്നെ ഇജ്ജ് പോയിക്കാണ്ടേ എൻ്റെ ആ പുതപ്പും വിരിപ്പും എൻ്റെ 2 മാക്സിയൊക്കെ അവിടെ ഊരിട്ടിക്കണം, ആക്കൊന്ന് തിരുമ്പിക്കുക. നിങ്ങൾ തിരുമ്പിയിട്ട് നല്ല വെയിലത്ത് ഇതായത് അതിനോട് നരക്കും അതും, അതുകൊണ്ടാണ് കേട്ടോ. എന്നാൽ ശരി. ഇനി ഇവിടെ ഞാനൊരു പാഠം പഠിപ്പിച്ചു. ഓളെഞ്ച കാര്യം നോക്കാനായിട്ട് നിർത്തും. അങ്ങനെ അമ്മായിയും മരിയോട് സുഖിച്ചണ്ട. ഇപ്പം തന്നെ പൈസൻ്റെ തളപ്പേ അവൾക്ക് അതിൻ്റെ കോണം ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ പെണ്ണിനെ ഞാൻ ഒരു കാര്യം നോക്കാൻ സമ്മതിച്ചില്ല. അപ്പം പൊഞ്ച പണിക്ക് ഓരോന്നിന് ഞാൻ വിളിച്ചു കൊണ്ടു ഞാൻ കണ്ടുക്കണതാ.